സർവീസ് സംഘടനയിൽ ഉൾപ്പെട്ട ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംയുക്തമായി തന്നെ പ്രകടനവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ഷാജഹാൻ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ശരിക്കും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അന്ന് നിങ്ങൾക്ക് ആർക്കും കൃത്യമായി വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമല്ലെന്നാണ് അവർ. അതെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 1,45,000-ഓളം പേരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു വശത്ത് പറയുന്നു. 1,35,000-ഓളം പേര് വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്നു. അവിടെ ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് തോളം എന്നുള്ളതല്ല, അത് പൂർണ്ണമായിട്ട് മാറ്റണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ആകെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ എത്രയാണ്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ എത്ര പേര് വോട്ടവകാശം വിനിയോഗിച്ചു, ബാക്കി ശേഷിക്കുന്ന അത് എത്ര പേരുണ്ട്, അങ്ങനെ ഉള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട. ഇനിയും വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് എന്നാണ്. വോട്ട് ചെയ്യാത്ത ആൾക്കാർ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഞങ്ങൾ എടുക്കുന്ന ഒരു കണക്ക് പ്രകാരം 20,145 പേര് വോട്ട് ചെയ്യാനായിട്ട് അവശേഷിക്കുന്നുണ്ട്. പലർക്കും അവർക്ക് ബാലറ്റ് പേപ്പർ പോലും ലഭിച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 8-ാം തീയതി പോലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നവർ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് കൂടി വോട്ടവകാശം ഉറപ്പാക്കുന്ന തരത്തിലേക്ക്, മുഴുവൻ ആൾക്കാർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ക്രമീകരണത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നിങ്ങൾ നേരത്തെ കണ്ടിരുന്നോ? എങ്ങനെയാണ് ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അവരുടെ ഒരു പ്രതികരണം എന്താണ്? ഞങ്ങൾ 6 പ്രാവശ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. ഏറ്റവും ആദ്യം കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും ഇതെല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് അവരുടെ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള സമയപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് ഉന്നയിച്ച ഒന്നാമത്തെ ആവശ്യം. പക്ഷേ അത് നിർഭാഗ്യവശാൽ സമയപരിധി വർദ്ധിപ്പിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തു. ആ ഹൈക്കോടതിയെ സമീപിച്ചു. FSCTO സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കൃത്യമായിട്ടും ഒരു ഉത്തരവിറക്കി 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം എല്ലാവർക്കും അപേക്ഷ കൊടുത്തു എന്നുള്ളത് ഉറപ്പാക്കണം റിട്ടേണിംഗ് ഓഫീസർ. രണ്ടാമത്തത് 8-ാം തീയതി വൈകുന്നേരം 6 മണിക്കകം എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കണം. പക്ഷേ ഇതെല്ലാം തന്നെ ആ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഒട്ടനവധി ഇടപെടൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, പോസിറ്റീവായിട്ട് ഇടപെടൽ ഉണ്ടായി. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും ജീവനക്കാർ 20,000, ഞങ്ങളുടെ കണക്ക് പ്രകാരം 20,145 ജീവനക്കാർ വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എത്ര പേർക്കാണ് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്, അതിൽ എത്ര പേര് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചു, ആ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചതിൽ എത്ര പേര് വോട്ട് ചെയ്തു, ഇനി എത്ര പേരാണ് വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കണക്ക് വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് മുഴുവൻ പൗരന്മാർക്കും നോക്കാൻ പറ്റുന്ന തരത്തിൽ, കാണാൻ പറ്റുന്ന തരത്തിൽ പുറത്തുവിടണം എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വരുന്നത്. ആദ്യമായാണ് തോന്നുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. സാധാരണ നിലയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റൽ ബാലറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ആ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പോസ്റ്റൽ ബാലറ്റ് ലഭിക്കുന്നുണ്ട്. ആ പോസ്റ്റൽ ബാലറ്റ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടെണ്ണൽ ദിവസത്തിൻ്റെ അന്ന് രാവിലെ 8 മണിക്കകം കൊണ്ടെത്തിച്ചാൽ മതി. അത് സ്വാഭാവികമായിട്ടും ഇത് ആർട്ടിക്കിൾ 360 ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ ജീവനക്കാരുടെ വോട്ടവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി എങ്ങനെ നിഷേധിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. എല്ലാവർക്കും വോട്ട് ലഭിക്കുന്നതിന് വരെ ഈ ഒരു പ്രതിഷേധം എങ്ങനെ ഇതിൻ്റെ ഒരു ഇനിയും 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത്. ആ 4-ാം തീയതി വരെയും ജീവനക്കാർക്ക് അവർക്ക് വോട്ട് വിനിയോഗിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രം മതി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മുഴുവൻ ആൾക്കാരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, സ്വതന്ത്രമായിട്ടുള്ള അവകാശം ഉറപ്പാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കാര്യം കോടതിയെ വീണ്ടും അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. വീണ്ടും കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. തന്നെയാണ് 20,000-ഓളം ജീവനക്കാർക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത്. അതിനുള്ള ഒരു സുതാര്യമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്.